Dear friends, the Bible says in Ezekiel 20:41, as a pleasing aroma, I will accept you. പ്രിയ സ്നേഹിതന്മാരെ, എഹെസ്കേൽ 20:41 വേദപുസ്തകം പറയുന്നു, ഞാൻ നിങ്ങളെ സൗരഭ്യവാസനയായി സ്വീകരിക്കും. We all love to smell the sweet aroma, isn't it? നമ്മൾ എല്ലാവരും സൗരഭ്യവാസന ആസ്വദിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരല്ലേ? But God smells a sweet incense of our pure and obedient heart. എന്നാൽ നമ്മുടെ നിർമ്മലവും അനുസരണവുമുള്ള ഹൃദയമെന്ന സൗരഭ്യവാസനയാണ് ദൈവം ആസ്വദിക്കുന്നത്. God loves us as a rose. സൗരഭ്യവാസനയുള്ള ഒരു പനിനീർ പുഷ്പമെന്ന പോലെ ദൈവം നമ്മെ ഇഷ്ടപ്പെടുന്നു. You are accepted only through the sweet smelling sacrifice of Jesus. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മാധുര്യമേറിയ സൗരഭ്യവാസനയിലൂടെ മാത്രമാണ് നിങ്ങൾ സ്വീകരിക്കപ്പെടുന്നത്. The Jesus in us gives the sweet smell to God. നമ്മിൽ വസിക്കുന്ന യേശുക്രിസ്തുവാണ് നമ്മെ ദൈവത്തിന് സൗരഭ്യവാസനയാക്കി മാറ്റുന്നത്. How much more we have to carry the presence of God. അങ്ങനെയെങ്കിൽ നമ്മൾ എത്രമാത്രം അധികമായി ദൈവത്തിന്റെ സാന്നിധ്യം വഹിക്കേണ്ടതുണ്ട്. You are accepted only through Jesus Christ. യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് നിങ്ങൾ ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടുന്നത്. So we have to offer our bodies also as a living sacrifice, holy and pleasing to God. അതുകൊണ്ട് നാം നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കേണ്ടതുണ്ട്. In Old Testament times they made so many sacrifices to God. പഴയ നിയമ കാലഘട്ടത്തിൽ അവർ വ്യത്യസ്തമായ നിരവധി യാഗങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. But nothing could cleanse them from their sins. എന്നാൽ അവയ്ക്കൊന്നും അവരുടെ പാപം പോക്കി അവരെ വിശുദ്ധീകരിക്കുവാൻ കഴിഞ്ഞില്ല. Only the blood of Jesus Christ cleanses us from all sins. യേശുവിന്റെ രക്തത്തിന് മാത്രമാണ് സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ കഴിയുന്നത്. So let us offer our body as a living sacrifice to God. അതുകൊണ്ട് നമ്മുടെ ശരീരങ്ങളെ നമുക്ക് ജീവനുള്ള യാഗമായി നമ്മുടെ ദൈവത്തിന് സമർപ്പിക്കാം. Somehow we struggle with the sinful nature and the devil's scheme. നമ്മുടെ പാപ സ്വഭാവവും പിശാചിന്റെ തന്ത്രങ്ങളും നിമിത്തം നമ്മൾ എങ്ങനെയെല്ലാമോ കഷ്ടപ്പെടുന്നുണ്ട്. As we are living in this wicked world, എന്തെന്നാൽ നമ്മൾ ഈ ദുഷ്ടലോകത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. we are easily tempted by the devil. പിശാചിനെ വളരെ എളുപ്പത്തിൽ നമ്മെ പ്രലോഭിപ്പിക്കുവാൻ കഴിയും. For that we have to submit ourselves to God. അതുകൊണ്ട് നാം നമ്മെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. For God to protect us. ദൈവം നമ്മെ സംരക്ഷിക്കുന്നതിനെ. In James 4:7 it says, യാക്കോബ് 4:7 വേദപുസ്തകം പറയുന്നു, submit yourself then to God, resist the devil and he will flee from you. നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടോടിപ്പോകും. How to submit? നമ്മൾ എങ്ങനെയാണ് ദൈവത്തിന് കീഴടങ്ങേണ്ടത്? By delighting in the word of the Lord. ദൈവത്തിന്റെ വചനത്തിൽ രസിച്ചുകൊണ്ട്, ആ വചനത്തിൽ ആനന്ദിച്ചുകൊണ്ട്, By fearing God. ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട്. In Isaiah 11:3 the Bible says, യെശയ്യാവ് 11:3 വേദപുസ്തകം പറയുന്നു, His delight shall be in the fear of the Lord. അവന്റെ പ്രമോദം യഹോവ ഭക്തിയിൽ ആയിരിക്കും. The fear of the Lord in us will be like a perfume for God to smell. നമ്മിലുള്ള യഹോവ ഭക്തി ദൈവത്തിന് പ്രസാദകരമായ സൗരഭ്യവാസനയായിരിക്കും. For example, a young girl called Evangeline, she was going to meet a politician. ഉദാഹരണമായി ഒരു പെൺകുട്ടി, അവളുടെ പേര് ഇവാഞ്ചലിൻ, അവൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ കാണുവാൻ പോകുകയായിരുന്നു. Like Evangeline, many were there. There was so much crowd to meet that politician. ഇവാഞ്ചലിനെ പോലെ നിരവധി ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ആ രാഷ്ട്രീയ പ്രവർത്തകനെ കാണുവാൻ നല്ല തിരക്കായിരുന്നു. But this girl held a placard in her hand which said, praying for you. എന്നാൽ ഈ പെൺകുട്ടി തന്റെ കയ്യിൽ ഒരു പ്ലക്കാർഡ് പിടിച്ചിരുന്നു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. This politician was so touched to see that. ഈ വാക്കുകൾ ആ രാഷ്ട്രീയ പ്രവർത്തകന്റെ ഹൃദയത്തെ സ്പർശിച്ചു. He pointed his finger at Evangeline and he called out to her to come to him. അദ്ദേഹം ഇവാഞ്ചലിന് നേരെ വിരൽ ചൂണ്ടി
തന്റെ അടുക്കലേക്ക് വരുവാൻ അവളോട് വിളിച്ചു പറഞ്ഞു. But then this girl said, there are so many people around me, I can't come. എന്നാൽ ഈ പെൺകുട്ടി പറഞ്ഞു, എനിക്ക് ചുറ്റും വളരെയധികം ആളുകളുണ്ട്, അതുകൊണ്ട് എനിക്ക് വരാൻ കഴിയില്ല. But this politician went straight to her and held on to her hand. എന്നാൽ ഈ രാഷ്ട്രീയ പ്രവർത്തകൻ അവളുടെ അരികിലേക്ക് ചെന്ന് അവളുടെ കരങ്ങൾ മുറുകെ പിടിച്ചു. He thanked her profusely and said, thank you for your prayers. അദ്ദേഹം അവളോട് ഇപ്രകാരം പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയ്ക്ക് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. He was even invited among all the VVIPs. അന്ന് അതിവിശിഷ്ടരായ നിരവധി വ്യക്തികൾ ക്ഷണിക്കപ്പെട്ടിരുന്നു. അദ്ദേഹം അവരിൽ ഉൾപ്പെട്ട ഒരാളായിരുന്നു. Then she could meet him personally and she could pray for him. എന്നാൽ ആ പെൺകുട്ടിക്ക് അദ്ദേഹത്തെ നേരിൽ കാണുവാനും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കഴിഞ്ഞു. Till today she's going on repeating the same incident again and again. നാളിതുവരെ അവൾ വീണ്ടും വീണ്ടും അതേ സംഭവം ആവർത്തിച്ചു പറയുന്നു. She's so happy that she's accepted by this great politician. ഈ മഹാനായ രാഷ്ട്രീയ പ്രവർത്തകൻ അവളെ സ്വീകരിച്ചതിൽ അവൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. The Lord also says to you, I accept you. അതുപോലെ ദൈവവും നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ സ്വീകരിക്കുന്നു. You are accepted by me, the great God. ഞാൻ മഹാദൈവമാണ്, വലിയവനാണ്, നിങ്ങൾ എന്നാൽ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. In Isaiah 11:3 the Bible says, യെശയ്യാവ് 11:3 വേദപുസ്തകം പറയുന്നു, He will not judge by appearance nor make a decision based on hearsay. അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയുമില്ല. But will delight in obeying the Lord. എന്നാൽ നിങ്ങൾ യഹോവയെ അനുസരിക്കുമ്പോൾ യഹോവ അതിൽ പ്രമോദിക്കും. When you obey God, you are accepted by God. നിങ്ങൾ ദൈവത്തെ അനുസരിക്കുമ്പോൾ നിങ്ങൾ ദൈവത്താൽ സ്വീകരിക്കപ്പെടുകയാണ്. All that God has will be yours. പിന്നീട് ദൈവത്തിനുള്ള സകലതും നിങ്ങൾക്ക് സ്വന്തമായി തീരും. You will be one among the great people of God. നിങ്ങൾ ദൈവത്തിന്റെ വലിയവരായ ജനങ്ങളിൽ ഒരാളായി തീരും. What a joy it is to be accepted by God. ദൈവത്താൽ സ്വീകരിക്കപ്പെടുക എന്നത് എത്ര മഹത്തായ സന്തോഷമാണ്. Likewise, may you be a pleasing aroma to God. അതുപോലെ നിങ്ങൾ ദൈവത്തിന് പ്രസാദകരമായ സൗരഭ്യവാസനയായി തീരട്ടെ. Let me pray for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. Father, Lord, as you have said, I have accepted you. പിതാവേ, അങ്ങ് അരുളി ചെയ്തതുപോലെ ഞാൻ അങ്ങയെ സ്വീകരിച്ചിരിക്കുന്നു. Lord, make your children worthy of be accepted by you, Lord. കർത്താവേ, അങ്ങയാൽ സ്വീകരിക്കപ്പെടുന്നതിനെ അങ്ങ് അങ്ങയുടെ മക്കളെ ഓരോരുത്തരെയും യോഗ്യരാക്കി തീർക്കണമേ. Lord, make your children worthy of your acceptance, O God. കർത്താവേ, അങ്ങയാൽ സ്വീകരിക്കപ്പെടുന്നതിനെ അങ്ങയുടെ മക്കൾ ഓരോരുത്തരെയും അങ്ങ് യോഗ്യരാക്കി മാറ്റണമേ. Even now, as they are struggling with their sins, ഇപ്പോഴും അവർ പാപങ്ങൾ നിമിത്തം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ cleanse them, Lord. കർത്താവേ, അവരെ കഴുകി ശുദ്ധീകരിക്കണമേ. Cleanse them by your mighty power. അങ്ങയുടെ മഹത്തായ ശക്തിയാൽ അവരെ കഴുകി വെടിപ്പാക്കണമേ. You are such a great God. അങ്ങ് അത്രയും വലിയവനായ ദൈവമാണല്ലോ. Lord, who are we, your children, to be കർത്താവേ, accepted? അങ്ങയുടെ മക്കളായ ഞങ്ങൾ അങ്ങയാൽ സ്വീകരിക്കപ്പെടുന്നതിനെ എന്തുമാത്രമുള്ളൂ. Have compassion on every one of us, including me, O God. കർത്താവേ, ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരോടും അങ്ങ് മനസ്സലിയണമേ. Cleanse us with your precious blood, O God. അങ്ങയുടെ വിലയേറിയ രക്തത്താൽ ഞങ്ങളുടെ പാപം പോക്കി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. Father, make us worthy of being received by your embracing hand. പിതാവേ, അങ്ങയുടെ ആലിംഗനം ചെയ്യുന്ന കരങ്ങളാൽ സ്വീകരിക്കപ്പെടുന്നതിനെ ഞങ്ങളെ അങ്ങ് യോഗ്യരാക്കണമേ. Lord, help us to bring out the fragrance from us, Lord. കർത്താവേ, ഞങ്ങളിൽ നിന്ന് സൗരഭ്യവാസന പുറപ്പെടുവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. Lord, we remember your sacrifice on the cross. കർത്താവേ, ക്രൂശിലെ അങ്ങയുടെ യാഗബലിയെ ഞങ്ങൾ ഓർക്കുന്നു. Come inside of us, Lord. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരേണമേ. Enter into every heart which is watching today. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് അങ്ങ് പ്രവേശിക്കണമേ. Fill your people with yourself, O God. അങ്ങയാൽ അങ്ങയുടെ മക്കളെ അങ്ങ് നിറയ്ക്കണമേ. Let every little heart receive you right now. എല്ലാ ഹൃദയങ്ങളും ഇപ്പോൾ അങ്ങയെ സ്വീകരിക്കട്ടെ. Father, come into every heart പിതാവേ, എല്ലാ ഹൃദയത്തിലേക്കും അങ്ങ് പ്രവേശിക്കണമേ. and live inside them, Lord.
അവർക്കുള്ളിലങ്ങ് വസിക്കണമേ. Lord Jesus, കർത്താവായ യേശുവേ, fill them with yourself കർത്താവെ അങ്ങയാൽ അവരെ നിറയ്ക്കണമേ. for them to be accepted by God. അവർ ദൈവത്താൽ സ്വീകരിക്കപ്പെടുന്നതിനെ. Lord, because of your sacrifice, Lord, you make us worthy. കർത്താവെ അങ്ങയുടെ യാഗബലിയിലൂടെ അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും യോഗ്യരാക്കി മാറ്റിയിരിക്കുന്നു. Lord, make us worthy. കർത്താവെ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. Make us holy ഞങ്ങളെ വിശുദ്ധരാക്കി മാറ്റണമേ. without any wrinkle or spot. ഞങ്ങൾ കറയും ചുളുക്കവും ഇല്ലാത്തവരായി മാറട്ടെ. Make us holy, O God. കർത്താവെ ഞങ്ങളെ വിശുദ്ധരാക്കി മാറ്റണമേ. Lord, let your sweet smelling aroma come upon us. കർത്താവെ അങ്ങയുടെ സൗരഭ്യവാസന ഞങ്ങളുടെ മേൽ വരട്ടെ. Let this aroma reach heaven. ഈ സൗരഭ്യവാസന സ്വർഗത്തിൽ എത്തിച്ചേരട്ടെ. Thank you, Lord, കർത്താവെ നന്ദി. for you are sprinkling your blessings upon your children. അങ്ങ് അങ്ങയുടെ ജനത്തിന്റെ മേൽ അങ്ങയുടെ അനുഗ്രഹങ്ങൾ പകരുന്നു. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. God bless you, friends. സ്നേഹിതന്മാരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. May God be with you ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. as you support this ministry നിങ്ങൾ ഈ ശുശ്രൂഷയെ പിന്താങ്ങുമ്പോൾ to സഹായിക്കുമ്പോൾ build new prayer towers. പുതിയ പ്രാർത്ഥനാ ഗോപുരങ്ങൾ പടുത്തുയർത്തുന്നതിനെ May God build your house. അപ്പോൾ ദൈവം നിങ്ങളുടെ വീടുകളെ കെട്ടിപ്പണിയട്ടെ. I especially give thanks to all the partners of Jesus Calls Ministry. പ്രത്യേകിച്ച് യേശു വിളിക്കുന്ന ശുശ്രൂഷയുടെ എല്ലാ പങ്കാളികളോടും ഞാൻ നന്ദി പറയുന്നു. We as a family are so grateful to you. ഞങ്ങൾ കുടുംബസമേതം നിങ്ങളോട് അത്യധികം കൃതജ്ഞതയുള്ളവരാണ്. Thank you for your love and concern for us. നിങ്ങളുടെ സ്നേഹത്തിനും ഞങ്ങളോടുള്ള കരുതലിനും നിങ്ങളോട് ഞങ്ങൾ നന്ദി പറയുന്നു.